ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രിയങ്ക ചോപ്രയുടെ ഫേവറേറ്റ് ആൻഡ് DIY ബോഡി സ്ക്രബ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഓൾസോ ഇത് നമ്മൾ ഫുൾ ബോഡിയിലും ഫേസിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യുന്ന അടിപൊളി സ്ക്രബാണ്. ഈ ഒരു മഞ്ഞുകാല സംരക്ഷണത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബോഡി സ്ക്രബാണ് കേട്ടോ. നന്നായിട്ട് സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഫുൾ ബോഡി അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ രണ്ട് ഡബിളായിട്ട് എടുക്കുക കേട്ടോ. ഇത് ഞാൻ ഫേസിലും കയ്യിലും കാലിലും മാത്രമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ ബേസൻ, അതായത് കടലമാവ് ഉണ്ടല്ലോ അതിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ നല്ല ഫുൾ ഫാറ്റ് കേർഡ് അല്ലെങ്കിൽ യോഗേർട്ട് എന്ന് പറയില്ലേ, അതുതന്നെ വേണ്ട. നന്നായിട്ട്, അതായത് ഇച്ചിരി ഓയിൽ കണ്ടൻറ്റ്, ഫുൾ ഫാറ്റ് വേണേ. ഹാഫ് പീസ് ഓഫ് ലെമൺ ഫുള്ള് വേണം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണ് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സീക്രട്ട് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചന്ദനം ഉണ്ടല്ലോ, സാൻഡൽവുഡിൻ്റെ പൗഡറാണ് കേട്ടോ. നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഈസിലി. അല്ലാന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങാൻ, ആയുർവേദ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടി. ഒരു 1/2 to 1/4 ടീസ്പൂൺ അളവിൽ സാൻഡൽവുഡ് പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ടേർമറിക്കാണ് കേട്ടോ. ഇതിപ്പോൾ പച്ചമഞ്ഞളായാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഈ ക്ലൈമറ്റ് ഇച്ചിരി ഡ്രൈ ആക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ഈ നമ്മുടെ കോഫിയുടെ അതുപോലെ തന്നെ ഷുഗർ ഇട്ടിട്ടുള്ള സ്ക്രബൊക്കെ ആകുമ്പോൾ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ആവും. ഒരുപാട് എക്സ്ഫോലിയേഷൻ ആകുമ്പോൾ നമുക്ക് സ്കിന്നിൽ റാഷസ് വരും, അതായത് വെച്ചാൽ ഒരു ക്രാക്കൊക്കെ പോലെ വരും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമുക്ക് ആക്കാനായിട്ട്. നേരത്തെ ഞാൻ ആക്കിയപ്പോൾ ഇച്ചിരി കട്ടിയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് ആഡ് ചെയ്തിട്ട് കൺസിസ്റ്റൻസി നോക്കി ആക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ സ്ക്രബ് അല്ലെങ്കിൽ ഈ ബോഡി സ്ക്രബ് യൂസ് ചെയ്യുമ്പം ഫേസിലായാലും കയ്യിലായാലും ഒന്ന് വാഷ് ചെയ്ത് ചെറിയൊരു വെറ്റ് ഫേസിലുണ്ടാവണം കേട്ടോ. ഞാൻ ഫേസിൽ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ആണ് വീഡിയോ എടുത്തത്. അപ്പോൾ അപ്പോഴേക്കൊന്ന് ഡ്രൈ ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോഴും നനവോടെ നിങ്ങളെ ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നമ്മുടെ സ്കിൻ ഇതിപ്പോൾ നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നിർബന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ബേബി സോഫ്റ്റ് സ്കിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്ക്രബാണ് കേട്ടോ. ഒരിക്കലും നമ്മുടെ സ്കിന്നിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫേസിൽ ഈ ചന്ദനത്തിൻ്റെ പൊടിക്കുള്ള കാര്യം നല്ല തണുപ്പാണ്. പിന്നെ നമ്മുടെ യോഗേർട്ട് നല്ല തണുത്തതായിരുന്നു, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടെ തണുപ്പാകുമ്പോൾ നല്ല സുഖമുണ്ട് ഫേസിലിടുമ്പോൾ. ഇത് നമുക്ക് ഫുൾ ബോഡി നമുക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക, എല്ലായിടത്തും തിന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുക കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് ടൈമില്ലാന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തൊന്ന് സ്ക്രബ് ചെയ്താലും മതി. ഫേസിൽ ഞാൻ ഇത്തിരി നേരം വെക്കുന്നുണ്ട്. അതിന് ശേഷം കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ ഫേസ് സ്ക്രബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്പോഴേക്കൊന്ന് ഡ്രൈ ആയിക്കോളും. അറ്റ് എ ടൈം നമുക്കിതൊരു ഫേസ് പാക്കായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ മുട്ടിൻ്റെ അടിയിലുണ്ടാകുന്ന കറുപ്പ്, പിന്നെ ചെറുതായിട്ടൊരു തരി അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിൽ ഈ സ്ക്രബ് അടിപൊളിയാണ് മക്കളെ, ഒരു രക്ഷയില്ല. നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഫുൾ ഫാറ്റ് യോഗേർട്ട് തന്നെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആവട്ടാം. അപ്പോൾ ഫുൾ ഫാറ്റ് ആയിട്ടുള്ളതാകുമ്പോൾ നമുക്കൊരു അത്യാവശ്യം നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത്യാവശ്യം തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ബോഡി സ്ക്രബാണ് കേട്ടോ. നമ്മൾ പ്രിയങ്ക ചോപ്രയുടെ അവരുടെ വീഡിയോസിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ തലമുറകളായിട്ട് ഇങ്ങനെ കൈവന്നിട്ടുള്ളൊരു സംഭവമാണ്. അവരുടെ മുത്തശ്ശി അങ്ങനെ ആരൊക്കെയോ ആയിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യുന്ന DIY ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എന്തായാലും ട്രൈ ചെയ്യാതെ വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ കാലിലും ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാൻ കുളിക്കുന്നതിനും ഒരു 10 മിനിറ്റ് മുന്നൊക്കെ ആയിട്ട്. അപ്പോൾ കാലൊക്കെ ഒന്ന് ഇതുപോലെ വെറ്റാക്കിയതിന് ശേഷം കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ കാലും കൈയും ഒക്കെ എക്സ്ഫോലിയേറ്റ് ആവും. നമ്മൾ ഓൾസോ നമ്മൾ അണ്ടർ ആംസിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഈ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ ഒരുപാട് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഷേവൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ, ഇച്ചിരി കട്ടിക്ക് വരുന്നത്, ആ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ ബാക്കി വെള്ളം ഒത്തിരി എടുത്ത് വെച്ചിട്ടേ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് 10 മിനിറ്റ് അപ്ലൈ ചെയ്തിട്ടൊന്ന് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ കയ്യിലും കായലും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, ചുണ്ടൊന്നും നനക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് നനച്ച് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന്
സ്ക്രബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന്. ഈ നമ്മൾ പാക്ക് റിമൂവ് ചെയ്യുന്ന സ്ഥലത്ത് ഒട്ടും തന്നെ ഡ്രൈ അല്ല കേട്ടോ, നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, നന്നായിട്ട് സെറ്റായിട്ട് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിന്ന്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല ന്യൂ ബേബി സ്കിന്ന് നമുക്ക് കിട്ടും. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ എല്ലാം തന്നെ ഈസിലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. നമ്മുടെ മൂക്കിൻ്റെ 2 സൈഡിൽ, അതുപോലെ തന്നെ ചുണ്ടിൻ്റെ തൊട്ടടിയിലായിട്ട് ഒക്കെ ഒരുപാട് നമുക്കിങ്ങനെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഫോം ചെയ്ത് വരാറുണ്ടല്ലേ. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി, ഫുൾ ബോഡി സ്ക്രബ് നമ്മൾ ചെയ്യുന്നത് വഴി ഫുൾ ബോഡിയുടെ എവിടെയെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ ഡെഡ് സ്കിന്ന് അതുപോലെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് പിന്നീട് ഒരിക്കലും വരില്ല എന്ന് തന്നെ പറയാം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ, അല്ലെങ്കിൽ മാസത്തിലൊരു 3 വട്ടമെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ചെറിയൊരു ലൂക്ക് വാം വാട്ടറിൽ വേണം നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട്. ഒരു ഇളം ചൂടുവെള്ളത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നമ്മളെ ഫേസ് പാക്ക് റിമൂവിങ് പാഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് തുടച്ചെടുക്കാം കേട്ടോ. അമേസിങ് റിസൾട്ടാണ് കേട്ടോ ഗൈസ്. അതായത് നല്ലൊരു കൂളിങ്ങും, അതായത് ഇതുപോലുള്ള ഈ ഒരു ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള എക്സ്ഫോളിയേറ്റിംഗ് ബോഡി സ്ക്രബാണ്. ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാത്തൊരു ഫേസ് പാക്കാണ് കേട്ടോ, അല്ലെങ്കിൽ ബോഡി സ്ക്രബാണ്. ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കാം. എല്ലാ പ്രൊഡക്റ്റും നമുക്ക് ഈസിലി കിച്ചണിൽ അവൈലബിൾ ആണ്. ഈ സാൻഡൽവുഡ് തന്നെയാണ് ഇച്ചിരി കിട്ടാൻ ബുദ്ധിമുട്ട്, എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. അതൊന്ന് വാങ്ങിച്ചാൽ മതി. അതിന് പകരം വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സാൻഡൽവുഡിൻ്റെ ഒരു കൂളിംഗ് ഇഫക്റ്റ് അടിപൊളിയാണ്. നമുക്ക് ഓൺലൈനിലായിട്ടൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. ലിങ്ക് അതിന് കിട്ടുവാണെങ്കിൽ ഞാൻ തപ്പിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പച്ചമരുന്ന് കടയിലൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാൻഡലിൻ്റെ ഇങ്ങനെ പീസ് നമ്മൾ കുഞ്ഞുണ്ണികൾക്കൊക്കെ വാങ്ങിയല്ലേ ഫേസിൽ അല്ലെങ്കിലൊക്കെ ഇടാൻ വേണ്ടി ചെറിയൊരു കഷ്ണം പോലെ ഇങ്ങനെ വാങ്ങിച്ചെടുക്കാറില്ലേ, അതായാലും നമുക്ക് കുറച്ച് നേരം സോക്ക് ചെയ്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. കാരണം കുറച്ച് അളവ് മാത്രം മതി. നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വന്നേക്കും. ചിൽ ദെൻ ടേക്ക് കെയർ, ബൈ.